അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. സിൽ ബിമ യുനാസിബു. ഇപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സൗജു സയ്യിദത്തി നഫീസത്തൽ മിസ്രി റളിയല്ലാഹു അൻഹു. അപ്പോൾ നഫീസ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അതാരാണ്? ഇസ്ഹാഖുൽ മുഅ്തമിൻ. അപ്പോൾ അവിടെ ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഉമ്മുൽ മുഅ്മിനീന ഹഫ്സത്തു റളിയല്ലാഹു അൻഹ. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീന ഹഫ്സ റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ചത് ഏതാണ്? ബിന്തു ഉമർ എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ. മൂന്നാമത്തെ ചോദ്യം മാത്തത്ത് ഹഫ്സത റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹ വഫാത്തായത് എപ്പോഴാണ്? ഫി ഷഅബാനിൽ. നാലാമത്തത് ഉമ്മു ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മു റൂമാന. അപ്പോൾ അതാണ് നാലാമത്തതിനോട് യോജിച്ചത്. അപ്പോൾ ആ ഒരു ബോക്സിൽ നിന്നും ഉമ്മു റൂമാന എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് സയ്യിദത്തു നിസാഇൽ ജന്ന. അപ്പോൾ സ്വർഗത്തിലെ സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളുടെ സ്വർഗത്തിൽ നിന്നുള്ള നേതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. സ്ത്രീകളിൽ നിന്നും സ്വർഗത്തിലെ നേതാവ് ആരാണ്? ഫാത്തിമത്തു ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമയാണ് സ്വർഗത്തിലെ വനിതകളുടെ നേതാവ്. ഇനി ആറാമത്തെ ചോദ്യം സിന്നു ആയിഷത റളിയല്ലാഹു അൻഹ ഇൻദ തസ്വീജി. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ വയസ്സ് എത്രയായിരുന്നു? സിന്നു ആയിഷ റളിയല്ലാഹുവിൻ്റെ വയസ്സ് ഇൻദ തസ്വീജി. അപ്പോൾ വിവാഹ അവസരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് എത്രയായിരുന്നു? സിത്തു സിനീന. എത്ര വയസ്സായിരുന്നു? 6 വയസ്സായിരുന്നു. ഇനി ഏഴാമത്തത് സിന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് സമാനിയത്തുൻ വ ഇശ്റൂന. 28 വയസ്സായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം തമ്മിം എന്നുള്ളതാണ്. ഒന്നാമത്തെ അപ്പോൾ താഴെ കൊടുത്തതൊക്കെ പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് നോക്കാം. കാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ അഫ്ഖഹൻ നാസി വ അഗ്ലമൻ നാസി വ അഹ്സനൻ നാസി റഇയ. അപ്പോൾ അവിടെ അഹ്സനൻ നാസി റഇയ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും കർമ്മശാസ്ത്രം അറിയുന്നവരും ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ളവരും നല്ല അഭിപ്രായത്താൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുമായിരുന്നു ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. അതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് ഫഖാലത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ലാ ഉഫ്തിറു വ കുൻതു അസ്അലുല്ലാഹ അൻ അൽഖാഹു വ അന സ്വാഇമത്തുൻ. അപ്പോൾ അവിടെ അന സ്വാഇമത്തുൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഞാൻ നോമ്പുകാരിയായിരിക്കെ അവനെ കണ്ടുമുട്ടാൻ. അപ്പോൾ അതാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ അവിടെ ലാ ഉഫ്തിറു എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഉഫ്തിറു, ഞാൻ നോമ്പ് മുറിക്കുകയില്ല എന്നുള്ളതാണ്. ഒന്നുകൂടെ നോക്കാം. ഫഖാലത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു ലാ ഉഫ്തിർ, ഞാൻ എന്ത് ചെയ്യുകയില്ല? നോമ്പ് മുറിക്കുകയില്ല. വ കുൻതു അസ്അലുല്ലാഹു അൻ അൽഖാഹു, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? അൻ അൽഖാഹു, കണ്ടുമുട്ടാൻ. വ അന സ്വാഇമത്തുൻ, ഞാൻ നോമ്പുകാരിയായിരിക്കെ. അപ്പോൾ നോമ്പുകാരിയായിരിക്കെ ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്താവുകയില്ല? ലാ ഉഫ്തിർ, നോമ്പ് മുറിക്കുകയില്ല. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു തഖദ്ദം യാ അബാ ബക്കറിൻ ഫസ്വല്ല അലൈഹ വ ദുഫിനത്ത് ലൈലൻ. അപ്പോൾ അവിടെ ദുഫിനത്ത് ലൈലൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ്? അബൂബക്കറെ, നിങ്ങൾ മുന്നോട്ട് നിൽക്കൂ, അപ്പോൾ അദ്ദേഹം അവരുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു. രാത്രിയാണ് മറവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് മുന്നോട്ട് നിൽക്കാൻ പറയുകയും അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹദിയുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. പിന്നെന്താണ്? രാത്രിയാണ് മറവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതാണ് മൂന്നാമത്തതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. നാലാമത്തത്
കാനത്ത് ഖദീജത്തുൻ റളിയല്ലാഹു അൻഹ ഇംറഅത്തൻ ജമീലത്തൻ താജിറത്തൻ ദാത്ത ഷറഫി വമാല. അപ്പോൾ അവിടെ ഷറഫി വമാലി എന്നുള്ളതാണ് എഴുതാനുള്ളത്. അതിൻ്റെ അർത്ഥം ആയിട്ട് വരുന്നത് എന്താണ്? ഖദീജ ബീവി ഭംഗിയുള്ള ഒരു സ്ത്രീയായിരുന്നു, നല്ല പ്രതാപവും നല്ല സമ്പത്തുമുള്ള കച്ചവടക്കാരിയുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അഞ്ചാമത്തത് റഅ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ബിലാലൻ മുഅദ്ദബൻ അഷദ്ദൽ അദാബി ഡാഷ്. അവിടെ എന്താണ് എഴുതാനുള്ളത്? ഫഷ്തറാഹു ഫഅഅതഖഹു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അർത്ഥം ബിലാൽ ശിക്ഷിക്കപ്പെടുന്നതായി അബൂബക്കർ റളിയല്ലാഹു കണ്ടു, ശക്തമായ പീഡനം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി അവസാനത്തത് ആറാമത്തതാണ്. ഖാല അംറു ബിനുൽ ആസി റളിയല്ലാഹു അൻഹു ഇന്ന ഹഉലാഇ യഖൂലൂന ഫി ഈസ. അവിടെ എഴുതാനുള്ളതാണ് ഖൈറമ തഖൂലു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കൂട്ടക്കാർ ഈസാ നബിയുടെ വിഷയത്തിൽ നമ്മൾ പറയാത്തത് പറയുന്നു. അപ്പം അതാണ് ആറാമത്തതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. മൂന്നാമത്തത് ബയ്യിൻ അർബഅത്തുൻ. അപ്പം 4 ഇവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 4 വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നോക്കാം. താരീഖു വഫാത്തി ബിലാലിൻ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ ഒരു ഡേറ്റ് താരീഖ് എത്രയാണ്? സനത്ത ഇശ്രീന എത്രയാണ്? ഹിജ്റ 20 അപ്പോൾ ഈ ഹിജ്റ 20 ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തായത്. രണ്ടാമത്തത് ഇസ്മു അബി ഹുറൈറ റളിയല്ലാഹു അൻഹു. അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് എന്താണ്? അബ്ദുറഹ്മാൻ ബിനു സൊഹർ. മൂന്നാമത്തത് താരീഖു തസവുജി ഹഫ്സത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ റളിയല്ലാഹു അൻഹു വിവാഹിതയായ ദിവസം, ഒരു വർഷം എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിയെ വിവാഹം ചെയ്തത് എപ്പോഴായിരുന്നു? സനത്തിൻ സലാസിൻ. എപ്പോഴാണ്? ഹിജ്റ 3-ാം വർഷമായിരുന്നു. ഇനി അടുത്തത് 4-ാമത്തതാണ് മൻ സ്വല്ല അല ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ ആരായിരുന്നു നിസ്കരിച്ചത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ നിസ്കരിച്ചത്. 5-ാമത്തത് സിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്രയാണ്? എപ്പോൾ? ഹീന തസവ്വജ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? എത്രയാണ്? 25 സന, 25 വയസ്സായിരുന്നു. ഇനി 4-ാമത്തെ പ്രവർത്തനം അജിബ് എന്നുള്ളതാണ്. ഉത്തരം എഴുതുക. മാ സബബു തൊലബി ഖദീജ റളിയല്ലാഹു അൻഹ ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുറൂജ ഇല ഷാം. മഹദി നബിയുടെ, അപ്പോൾ ചോദ്യം എന്താണ്? മാ സബബു തൊലബി ഖദീജ റളിയല്ലാഹു അൻഹ തേടാൻ കാരണം എന്തായിരുന്നു? ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൂജ ഇല ഷാം. ഷാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പുറപ്പെടാൻ ഖദീജ ബീവി പറഞ്ഞതിൻ്റെ തേടിയതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? കാരണം എന്താ? ലി അന്നഹ അലിമത്തു സിദ്ഖുഹു വ ഹുസ്നു അഖ്ലാഖിഹി. മഹദി നബിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും സൽ സ്വഭാവവും മനസ്സിലാക്കിയത് കൊണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഷാമിലേക്ക് കച്ചവട സംഘത്തിൻ്റെ കൂടെ പോകാൻ ഖദീജ ബീവി തേടാൻ കാരണം. 2-ാമത്തത് അസ്വഹാബിയു മൻ ഹുവ. സ്വഹാബി ആരാണ്? സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മനിജ്തമഅ മുഅ്മിനൻ ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ ബി നബിയിന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ബദനിഹി വലൗ ലഹ്വതൻ. എന്താണ് സ്വഹാബി എന്നാൽ? എന്താണ്? മുഅ്മിനായി അല്പസമയമെങ്കിലും നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ സന്നിധിയിൽ ശരീരം കൊണ്ട് സന്നിധനായവരാണ് ആര്? മുഅ്മിനികൾ. അതുപോലെ തന്നെ അവിടെ പറയുന്നത് എന്തും പറയുന്നുണ്ട്? മുഅ്മിനായ നിലയിൽ മരണപ്പെടുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ആര് പറയുക? സ്വഹാബി എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. മനിജ്തമഅ മുഅ്മിനൻ ബി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ബദനിഹി വലൗ ലഹ്വതൻ. സ്വഹാബി എന്നാൽ മുഅ്മിനായ നിലയിൽ അല്പസമയമെങ്കിലും നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ സന്നിധിയിൽ ശരീരം കൊണ്ട് സന്നിധനായവരാണ് ആര്? സ്വഹാബത്ത് എന്ന് പറയുന്നത്. 3-ാമത്തത് മത്ത അസ്ലമ ഹംസത്തു റളിയല്ലാഹു അൻഹ. ഹംസ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് മുസ്ലിം ആയത്? ഫി സനത്തി സാനിയത മിനൽ ബഅസത്തി. എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം പ്രവാചക നിയോഗത്തിൻ്റെ 2-ാം വർഷമാണ് അദ്ദേഹം മുസ്ലിം ആയത്. ഇനി 4-ാമത്തെ ചോദ്യം കം അദദു മൻ ഷഹീദ മിനൽ മലായികത്തി ഹീന വഫാത്തി സഅദിൻ റളിയല്ലാഹു അൻഹു.
സഅദ് റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് പങ്കെടുത്ത മലക്കുകളുടെ എണ്ണം എത്രയായിരുന്നു? 70 അൽഫ മിനൽ മലായിക്കത്തി, മലക്കുകളിൽ നിന്ന് 70,000 മലക്കുകളായിരുന്നു. അഞ്ചാമത്തത് മാതാ ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഹീന ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാദാ റഅ്സു റഈസിൽ അഅദാഇ. അതിന്റെ ഉത്തരം നോക്കാം, അല്ല അതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം നോക്കാം. ശത്രു നേതാവിന്റെ തല ഇതാ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? അതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഹാദാ സിർറു മാ വഹിക്തു ഫൽ ഉദ്നു ബിൽ ഉദ്നി ഫറഅസു സായിദുൻ. അതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് ഞാൻ അന്ന് ചിരിച്ചത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഇതാണ് ഞാൻ അന്ന് ചിരിച്ചതിന്റെ കാരണം, ചെവിക്ക് പകരം ചെവി, തല കൂടുതലാണ്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി മനിൽ ഖായിലു എന്നുള്ളതാണ്. ആരാണ് പറഞ്ഞത്? ഉമ്മുൽ ഫളി ഹാമിലുൻ, ഉമ്മുൽ ഫളി ഗർഭിണിയാണ് എന്നാരാ പറഞ്ഞത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് ലഅല്ലല്ലാഹു അൻ യുഖിറ അഗ്യുനുക്കും എന്നാരാണ് പറഞ്ഞത്? അള്ളാഹു നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകിയേക്കാം എന്നാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് മാ റഅയ്തു ഔറഅ മനിബ്നി ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമറിനേക്കാൾ സൂക്ഷ്മതയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞത് മൈമൂൻ ഇബ്നു മിഹ്റാൻ ആയിരുന്നു. ഇനി നാലാമത്തത് അബൂബക്കറിൻ സയ്യിദുന വ അഅ്തഖ സയ്യിദുന, അതാരാ പറഞ്ഞത്? അർത്ഥം എന്താണ്? അബൂബക്കർ നമ്മുടെ നേതാവാണ്, നമ്മിലെ പ്രമുഖനെ അദ്ദേഹം മോചിപ്പിച്ചു എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തത് വൈഹക്കും ഇൻ ഹസംതും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു, അതാരാണ് പറഞ്ഞത്? സൊഫിയ റളിയല്ലാഹു അൻഹയാണ്. ഇനി അടുത്തത് കമ്മിൽ എന്നുള്ളതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അബ്ദലനി ഡാഷ് മിൻ ഖദീജത റളിയല്ലാഹു അൻഹ. അപ്പോൾ അവിടെ അള്ളാഹു ഖൈറൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ എന്താണ് അവിടെ അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീജ ബീവിയേക്കാൾ ഉത്തമരായ ഒരാളെയും അള്ളാഹു എനിക്ക് പകരമാക്കിയിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് വകാനത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ ഡാഷ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ അഹബ്ബ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അതിന്റെ അർത്ഥം ഫാത്തിമ റളിയല്ലാഹു അൻഹ അഥവാ ഫാത്തിമ ബീവി ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ. ഇനി അവസാനത്ത് ഖാല അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലല്ലാഹി അയ്യുൻ നാസി അഹബ്ബു ഇലൈക ഖാല ആയിഷത്തു ഖുൽതു വമിന റിജാലി ഖാല അബൂഹ. അപ്പോൾ അവിടെ ആയിഷത്തു എന്നുള്ളതും അബൂഹ എന്നുള്ളതുമാണ് എഴുതാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ്? ഒരിക്കൽ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അഹബ്ബു ഇലൈക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണ്? അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ ഞാൻ ചോദിച്ചു, പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത് എന്താണ്? കുൽത്തു വമിന റിജാലി എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് ഖാല അബൂഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ. അപ്പം അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി അവസാനത്തെ പ്രവർത്തനം തർജിം എന്നുള്ളതാണ്. കാനത്തി സയ്യിദത്തു നഫീസത്തു ദാത്ത മാലിം ഫകാനത്ത് തുഹ്സിനു ഇല സംന വൽ മർല വ ഉമൂമി നാസി. അതിനർത്ഥം എന്താണ്? നഫീസ ബീവി നല്ല സമ്പന്നയായിരുന്നു, ദുർബലർക്കും രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഗുണം ചെയ്തിരുന്നു. ദുആ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.